വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ ഹലോ, ആ ആരിഫല്ല? ആരാണ്? ആരിഫ് ഹുസൈനല്ല? ആ ഞാന്, എന്റെ പേര് ഷഫീഖ്. ഷഫീഖ്. ഉം. എന്താ താങ്കളെ വിളിച്ചത്? വീഡിയോ കാണാറുണ്ട് ഞാന്. ഓ താങ്കളെ വീഡിയോ കാണാറുണ്ട്. വിശ്വാസിയാ? വിശ്വാസിയ. വിശ്വാസിയാണ്. ഓക്കെ. അതെ, എവിടെ നിന്ന് വിളിക്കുന്നു? കണ്ണൂരിന്ന്. പറയൂ, എന്താ വിളിച്ചേ? വിളിച്ചതെന്ന് വെച്ചാൽ താങ്കൾ ഇങ്ങനെ ഓരോ പരിപാടി ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്, ആ ഭയങ്കര ഉഷാറാ. ഉം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? വളരെ ഉഷാറാണ്. ഏ ഉം. പിന്നെ താങ്കൾ പറയുന്നില്ലേ ഖുർആനിൽ അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ടെന്നെ? ഉം. ഖുർആനിൽ അങ്ങനെ മലയാളത്തിലുണ്ടാവുമല്ലോ പരിഭാഷ, ഉം. അതും കൂടി ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിക്കേനു. എങ്ങനെ മനസ്സിലായില്ല? താങ്കൾ ഖുർആനിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല? ഉം. ഈ ആയത്ത് വെച്ചിട്ട് താങ്കൾ അത് പരിഭാഷ മെൻഷൻ ചെയ്യും. മെൻഷൻ ചെയ്യാറുണ്ടല്ലോ, കാണാറില്ലേ? ഇല്ല, കാണാറില്ല. അതിലുണ്ട് കേട്ടോ, എന്നാൽ കാണുന്നുണ്ട്. താങ്കൾ അങ്ങനെ പറയുന്ന പറ്റാവുന്നിടത്ത് കാര്യങ്ങൾ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യും. പറ്റാവുന്നിടത്തൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ ഇങ്ങനെ എപ്പോഴും ഖുറാനും ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല, അത് അറിയാനല്ലോ, അറിയാത്തവർക്ക് അറിയണല്ലോ. ഞങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല. പിന്നെന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? കോമൺ അല്ലാത്ത കാര്യങ്ങൾ, കോമൺ ആയ കാര്യങ്ങൾ കോമൺ എല്ലാം പഠിക്കണ്ട എല്ലാവർക്കും. എല്ലാരും പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ മാത്രമേ പഠിക്കാത്തുള്ളൂ. ആ ഉം. താങ്കളിപ്പോ അപ്പൊ ഇതിപ്പോ അത് റെഡി, നോക്കിയിരുന്ന് വായിക്കുക. അതിനകത്ത് കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. നിങ്ങൾ ഏതാ താങ്കളിപ്പോ കാണാത്ത? ഇങ്ങനെ ഏതാ? ഒരു ഉദാഹരണം പരിപാടി പറയും. അവതരിപ്പിച്ചു കഴിഞ്ഞാല് ആൾക്കാരെല്ലാം റെഡി ആവുക? റെഡി ആവും. റെഡി ആവുക? യെസ്. എന്നാ വേൾഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം അങ്ങ് തീർക്കരാ. ആദ്യം ഇത് തീരട്ടെ, എന്നിട്ട് അടുത്തത്. അപ്പഴത്തേക്ക് സമയം കഴിഞ്ഞു പോലും. വാട്ട് അബൌട്ടറി ഇറക്കിയാൽ ഇവിടെ എടുക്കില്ല. അപ്പഴത്തേക്ക് പുള്ളിന്റെ സമയം വാട്ട് കഴിഞ്ഞു പോലും. അബൌട്ടറി ഇറക്കിയാൽ ഇവിടെ എടുക്കില്ല. ആ ഓക്കെ, നിങ്ങളുടെ ഉദ്ദേശം ഇസ്ലാമിനെ വിമർശിക്കാതിരിക്കുക എന്നുള്ളതല്ലേ? അത് നടക്കില്ല. അല്ല, അങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കോ പിടിക്കോ ബാക്കിയുള്ള എല്ലാം അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞിട്ട് ഇത് ചെയ്യണമെന്നല്ലേ? എല്ലാ പിന്നെ കാര്യം എന്തെല്ലാം റൂൾസുകളുണ്ട് അത് അവര് ചെയ്യട്ടെന്നേ. രാജ്യത്തെ എന്റെ പണി നന്നാക്കി. ഇതല്ലേ, എന്റെ പണിയിലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. താങ്കൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ ഈ പണിയില്? അതെ, വളരെ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ സ്ക്രാപ്പ് ബിസിനസ് നടത്തുന്ന ആളാണ്. ആ അപ്പൊ ഇത് ഇസ്ലാം സ്ക്രാപ്പ് നല്ലൊരു സാധനമാണ്. ആ നല്ല കച്ചവട. വേണോ? കൂടണോ? കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് താങ്കളെ ഇത് സപ്പോർട്ട് വേണ്ടല്ലോ, എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാലോ. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങിക്കളാം. ഓക്കെ, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തുടങ്ങും. ആയിക്കോട്ടെ. എന്നാ പിന്നെന്താ ഉം. വേറെ വിളിച്ച? വേറെ വിളിച്ചോ, നീ നെക്സ്റ്റ് ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ അതും കൂടി മെൻഷൻ അത് ചെയ്യട്ടോ. മെൻഷൻ ചെയ്യാറുണ്ട്. നിങ്ങൾ കാണാത്ത എന്റെ കുഴപ്പമില്ല. വളരെ അപൂർവമാണ്. അപൂർവമൊന്നും അല്ല, ഇഷ്ടംപോലെ നമ്മൾ പേടിയാണോ? ചെയ്യാറുണ്ട്. ഓ, പേടിയാണോ താങ്കൾക്ക്? എന്തിനു പേടിക്കണം? നിങ്ങളെ പേടിക്കുക എന്തിന്? പടച്ചോനെ പേടിയില്ല, പിന്നെയാണോ ഒരു കോയനെ പേടിക്കണേ? പടച്ചോൻ ആരും പേടിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. പടച്ചോൻ ഇഷ്ടമുള്ളവർ പേടിച്ചാൽ പടച്ചോൻ മതി. പേടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പടച്ചോൻ ഇഷ്ടമുള്ളവർ പേടിച്ചാൽ മതിയടോ. പടച്ചോനെ പേടിക്കാൻ തന്നെയാണല്ലോ പറഞ്ഞിരിക്കണേ. ആര് പറഞ്ഞു? നിങ്ങൾ ഖുറാൻ എടുത്ത് വായിച്ചോ. ഖുർആനിൽ പറഞ്ഞിട്ട് പേടിക്കുന്നില്ല. ഇപ്പൊ കാര്യം, ഇപ്പൊ ലോകത്ത് രാജ്യത്ത് ഖുറാൻ ഒരുപാട് നിങ്ങളെടുത്ത് നിയമങ്ങളുണ്ട്. വായിക്കേ, അതിനകത്ത് പേടിക്കണം തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഹലോ, ഈ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ഖുറാനിൽ നിയമങ്ങളുണ്ട്. പേടിക്കണം തന്നെയാണ് സുഹൃത്തെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇന്ത്യ അത് പോയി രാജ്യത്ത് പഠിക്കേ. ഒരുപാട് നിയമങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് ഇപ്പം പിൻപറ്റാൻ പറ്റുമോ? എങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മള്. എങ്ങനെ മനസ്സിലായില്ല, കേട്ടില്ല. ഇന്ത്യ ഭരണഘടനയിൽ ഒരുപാട് ആ നിയമങ്ങളുണ്ട്, ആ അത് എല്ലാവരും എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നില്ല. ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് പരമാവധി നമ്മൾ പണിഷ്മെന്റ് ഫോളോ കൊടുക്കുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ പരമാവധി നമ്മൾ നിയമങ്ങള്, ഫോളോ ചെയ്യുന്നുണ്ട്. പരമാവധി ആളുകൾ രാജ്യത്തിന്റെ ഫോളോ നിയമം ചെയ്യുന്നുണ്ട്. പണിഷ്മെന്റ് കൊടുക്കൂ. അതാ പറയുന്നത്, ഇന്ത്യ ആ ഗവൺമെന്റിന്റെ നിയമങ്ങൾ ആ 90%, 99% ആളുകൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ആ എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ദൈവം ഉണ്ടാക്കിയ നിയമം ലോകത്ത് എത്ര ശതമാനം ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്? ഒരുപാട് ആൾക്കാർ, എത്ര? ഓൾമോസ്റ്റ് 95% ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ലോകത്തുള്ള 90% ആളുകളും ഇസ്ലാമിനെയാണോ ഫോളോ ചെയ്യുന്നത്? ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻസിലേക്ക് ക്രിസ്ത്യൻസ് വിശ്വസിക്കാം, ഹിന്ദു മതത്തിന് ഹിന്ദു വിശ്വസിക്കാം. എല്ലാ മതങ്ങളും അപ്പൊ ശരിയാണോ? എല്ലാ മതത്തിലും സത്യങ്ങളും കളവുകളും ഉണ്ടാവും. എല്ലാ മതവും ശരിയാണോ അപ്പോ? ആ ആണ്. ഒരുപാട്. എല്ലാ മതത്തിലും നല്ല പഠിപ്പിക്കുന്നത്. എല്ലാ മതത്തിലും നല്ലതാണോ എനിക്ക് ഒരുപാട് പഠിപ്പിക്കുന്നത്? ഫ്രണ്ട്സുകളുണ്ട്, ക്രിസ്ത്യൻ ഫ്രണ്ട്സുകളുണ്ട്, ഹിന്ദു ഫ്രണ്ട്സുകളുണ്ട്. അപ്പൊ എല്ലാ എല്ലാ മതത്തിലും അവര് മതത്തിലും നന്മയുണ്ട് തിന്മയുണ്ട് എന്നാണോ പറയുന്നത്? ഷുവർ ആയിട്ടും ഉണ്ട്. ഇസ്ലാമിലും തിന്മയുണ്ടോ? ഉണ്ടാവും. ഒരു ഉദാഹരണം ഇസ്ലാമിൽ പറഞ്ഞ തിന്മ ഇസ്ലാമിലെ ഉണ്ടാകുന്ന തിന്മ. എങ്ങനെയറിയാമോ? മനുഷ്യന്മാരുണ്ടാക്കുന്ന തിന്മകള്. അത് ശരി. അപ്പൊ ബാക്കി മതങ്ങളിലോ? ബാക്കി മതങ്ങളിലും അങ്ങനെ ഉണ്ടാക്കുന്ന മനുഷ്യന്മാരുണ്ടാക്കുന്ന തിന്മകള്. എന്നാ ഇസ്ലാമിലെ തിന്മ ഒരു ഉദാഹരണം പറയൂ. ഇസ്ലാമിൽ എങ്ങനെ തിന്മ? ഇസ്ലാമിൽ മനുഷ്യന്മാരുണ്ടാക്കിയ തിന്മ ഒരെണ്ണം പറയൂ. ഇസ്ലാമിൽ വേണ്ടാത്ത ഒരുപാട് ആചാരണങ്ങളുണ്ട്. ഒരെണ്ണം പറയൂ, ഉദാഹരണം. ചിലപ്പോ നമ്മൾ മരിച്ചു കഴിഞ്ഞാല് ചില ആൾ ഇങ്ങനെ ചെയ്യും, ചില ആൾ അങ്ങനെ ചെയ്യും. എങ്ങനെ ചെയ്യും? മുജാഹിദുകള് ചിലപ്പോ ഈ ദ്വാരക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല, അത് അതൊരു മുജാഹിദുകൾ തിന്മയാണോ? അത് ഇത് നിങ്ങളെ അത് ഒരു മുജാഹിദുകൾക്ക് കൺഫ്യൂഷൻ അല്ലേ? തിന്മയായിട്ട് വരുന്നത്.
ഒരു മതത്തിനകത്ത് നിങ്ങൾ തമ്മിലുള്ള അടിപിടിയുടെ ഒരു കൺഫ്യൂഷൻ മാത്രം. അത് നമ്മുടെ അടിപിടി വിഷയമൊന്നുമല്ല. എന്തെങ്കിലും അത് ആയിക്കോട്ടെ, അത് നമ്മുടെ നമ്മളിപ്പോ വിഷയമല്ല. നമ്മുടെ ആ വിഷയം ഇപ്പോ സ്ത്രീക്കും പുരുഷനും തുല്യമായ സ്വത്തവകാശമില്ല എന്ന് അപ്പൊ പറയുന്ന ഇസ്ലാമിന്റെ താങ്കൾക്ക് ഈ അധ്യാപനം. ആരിഫിന്റെ പേര് വെച്ചില്ല? ഇത് കേൾക്കൂ. അത് ഇസ്ലാമിൽ പേര് വേറെ സ്ത്രീക്കും രജിസ്റ്റർ ഇത് ചെയ്താ? കേൾക്ക് ഇത് ആരിഫ് കേൾക്ക് മുസ്ലിം പേരല്ലേ? ഇസ്ലാമിൽ സ്ത്രീക്കും പുരുഷനും ആരിഫ് തുല്യമായ ആരിഫ് ഇത് കേൾക്ക് എന്നറിയപ്പെടുന്ന സുഹൃത്തെ, പറയുന്നത് ആ കേൾക്ക്. ഇസ്ലാമിന് സ്ത്രീക്കും പുരുഷനും തുല്യമായ സ്വത്തവകാശമില്ല. ആ അതൊരു തിന്മയാണോ അല്ലേ? ഇസ്ലാമില് സ്ത്രീക്കും പുരുഷനും സ്വത്തവകാശം തുല്യമല്ല. അതൊരു തിന്മയാണോ അല്ലേ? അല്ല. തിന്മയല്ല. അല്ല. അതായത് സ്ത്രീക്ക് പകുതി മതി. ആ പകുതി മതി. പകുതി കൊടുക്കുന്നവര് പകുതി കൊടുത്തു, ഫുള്ള് കൊടുക്കുന്നവര് ഫുള്ള് കൊടുത്തു. ഫുള്ള് കൊടുക്കാൻ പറ്റൂലല്ലോ, പകുതിയിലേ കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുത്താലെന്നാ കൊന്നുകളയോ, അത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അത് ശരി. അപ്പൊ അത് തിന്മയാണെന്നാണോ അല്ല എന്നാണോ? ഇല്ല, തിന്മയല്ല. തിന്മയല്ല. നിങ്ങൾ ഏത് അല്ല. വിശ്വാസിയാ? ഇസ്ലാമിലെ വിശ്വാസി തന്നെയാണോ അത് വേറെ ഏതെങ്കിലും വിശ്വാസിയാണോ? അല്ല, ഇസ്ലാം വിശ്വാസിയാണ്. ഇസ്ലാമിൽ അങ്ങനെയല്ലല്ലോ നിയമം. ഇസ്ലാമിൽ ഒരു നിയമം ഞാനിപ്പോ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വിശ്വാസിയാന്ന് ഫോളോ വെച്ചാൽ ഞാൻ ചെയ്യണമെന്നല്ല പഠിച്ച ഇസ്ലാം കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നത്. ചെയ്യൂ. ഏഹ് ഞാനിപ്പോ ഇസ്ലാം വിശ്വാസിയാണ്. നിങ്ങൾ ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യണമെന്നല്ല ഇസ്ലാം പറയുന്നത്. നിങ്ങൾക്ക് തോന്നുമ്പോ പോലെ ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത്? ആ ആണോ? ഇപ്പൊ 5 വക്ത് നിസ്കരിക്കാൻ പറഞ്ഞു, നിങ്ങൾ 4 വക്ത് നിസ്കരിക്കുള്ളൂ. ഞാൻ ചിലപ്പോ എനിക്ക് ടൈമില്ലെങ്കിൽ നിസ്കരിച്ചില്ലാന്ന് വരും. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ ശിക്ഷ ഞാൻ മേടിച്ചോളൂ. മേടിച്ചോളൂ. ഇപ്പൊ അപ്പൊ ഉദാഹരണത്തിന് ഞാൻ അത് ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഹെൽമെറ്റ് ധരിച്ചില്ല, എന്നെ പോലീസ് പിടിച്ചു കഴിഞ്ഞാല് ആ, എനിക്ക് എന്റെ ശിക്ഷ ഉണ്ടാവും. അതേപോലെയാണ് നിങ്ങൾ ഫൈൻ അടിച്ചിട്ട് നിസ്കാരത്തിനെയൊക്കെ ഒഴിവാ, ഫൈൻ കാണുന്നത്. അടിച്ചിട്ട് ഒഴിവാ. അതേപോലെയാണ് നിങ്ങൾ സെവൻസിൽ ഇസ്ലാമിനെയൊക്കെ മുന്നോട്ട് കാണുന്നത്. പോകണം, സെവൻസിൽ മുന്നോട്ട് പോവാ. അതാ പറയുന്നത്, അങ്ങനെയാണ് നിങ്ങൾ ആ ഇസ്ലാമിനെ കാണുന്നത്. ഇസ്ലാമിൽ അങ്ങനെ കാണുന്നില്ല. പിന്നെ ഞാനൊരു മനുഷ്യനാ. ഇസ്ലാമിൽ 4 നേരം നിസ്കരിക്കാന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. 5 നേരം നിസ്കരിക്കാന്നല്ലേ പഠിപ്പിക്കുന്നത്. ആ പിന്നെ എങ്ങനെ നിങ്ങൾ 4 തോന്നുന്ന പോലെ നിസ്കരിക്കണേ? അതെന്റെ ഇഷ്ട. അങ്ങനെ നിങ്ങൾ ഇഷ്ടാവുക. അപ്പൊ ഫറള് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം അപ്പൊ ഫറള് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഫോളോ ചെയ്യണ്ടേ? ബോസേ. അതിനാണ് അന്ന് പറഞ്ഞത്, എന്ത് ചെയ്യാത്തവർക്ക് പറഞ്ഞു? തെറ്റ്, ഏഹ് ചെയ്യാത്തവർക്ക് കുറ്റം കിട്ടുന്നു. കുറ്റം കിട്ടണമെന്നല്ലല്ലോ. ആ 7 വയസ്സ് വരെ നിസ്കരിക്കാത്തവന് ഞാനിപ്പോ ഉപദേശിക്കുകയും നിസ്കരിച്ചില്ലെങ്കിൽ 10 എന്നെ ഇവിടുന്ന് വയസ്സായിട്ട് പിടിച്ചിട്ട് പുറത്താക്കുന്നു വിചാരൂ. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോഴോ? അത് നിസ്കാരം പരിശീലിപ്പിക്കുന്നയാ, ശീലിപ്പിക്കുന്നയാ. ഇസ്ലാം പരിശീലിപ്പിക്കണമല്ല. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ ആ കുട്ടീനെ അടിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോഴോ? അടിക്കുന്നോലെ അടിച്ചോട്ടെ, അടിക്കാത്തോലെ അടിക്കണ്ട. അടിക്കുന്നവരടിച്ചോട്ടെ എന്നല്ല, ആ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. സുഹൃത്തെ, അത് തിന്മയാണോ നന്മയാണോ? എന്റെ വീട്ടില് ഒരുപാട് ഫാമിലീസ് ഉണ്ട്. നിങ്ങളെ വീട്ടിലെ കാര്യം വിടും, നമ്മൾ ഇസ്ലാമിലെ പറഞ്ഞ കാര്യമാണ് എന്താ പറയുന്നത്. പൊതുവെ തന്നെ പറയാ. നമ്മൾ ഒരുപാട് ഇസ്ലാമിലെ ഇതുണ്ട്. കാര്യമാണ് പറയുന്നത്. ഒരു മിനിറ്റ്, ഒരു പൊതുവായ ഒരാളുണ്ട്, ആ എന്റെ ഫ്രണ്ട്സ് ഉം, കള്ളു കുടിക്കുന്നവരുണ്ടാവും. ഉം. എനിക്കത് മാറ്റാൻ പറ്റില്ല. അവനക്ക് അത് തിന്മയായിട്ട് തോന്നിക്കണ്ട, അവത് നിർത്തി വെച്ചോളുക. അത് മനസ്സിലായി. അത് നിങ്ങളുടെ അതേപോലെ ഇനിയും പ്രശ്നം എനിക്ക് അതേപോലെ പിടികിട്ടി. മുന്നോട്ട് പക്ഷെ നോക്കിയാ ഞാൻ എനിക്ക് ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് വീഡിയോ അയച്ച് വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ ഞാൻ പേടിപ്പിക്കണ്ട. ചോദിക്കുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ആ ഇസ്ലാമിൽ ഒരു സാധനത്തെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന പോലെ ആ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. എങ്ങനെ? എന്ത് ഇസ്ലാമിലെ ഓപ്ഷൻ? ഇസ്ലാമിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ വ്യക്തിപരമായിട്ടൊരു സംഗതി നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നതിന്റെ പേരിൽ നിങ്ങൾ തള്ളിക്കളയുന്നത് പോലെ തള്ളിക്കളയാൻ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഇല്ല. എനിക്ക് ഓപ്ഷൻ എന്റേതായ ഇല്ല. അപ്പൊ തെറ്റുണ്ടാവും. അങ്ങനെ ഓപ്ഷൻ ഇല്ലാതെ ഇരിക്കെ അത് ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് ആളുകൾ ഫേസ് അത് ചെയ്യുമ്പോൾ അത് ഇവിടെ എല്ലാ പറയുന്നതിൽ നിങ്ങൾ എന്തിനാ മതത്തിലുണ്ട് കുരുപൊട്ടുന്നത്? സുഹൃത്തെ, എല്ലാ മതത്തിലും ഉണ്ട് സുഹൃത്തെ. എല്ലാ മതത്തിന്റെ കാര്യം അവിടെ അമ്പലത്തിൽ വിടും. ഇപ്പൊ പോകാത്തവര് തൽക്കാലം പേ പോകുന്നില്ല, പിടിച്ച മതം അമ്പലത്തിൽ ഇസ്ലാം പോകുന്നവര് മതമാണ്. പോകുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം പേപ്പട്ടി മതം ഇസ്ലാമാണ്. നമുക്ക് അതിനെ കുറിച്ച് പറയാം. ഓക്കെ, ബാക്കി മതങ്ങൾക്ക് പേ പിടിക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് പറയാം. അപ്പൊ ഇത് ആ നിങ്ങൾ പറയൂ. ഇവിടെ ഞാനൊരു കാര്യം ഇസ്ലാമിൽ പറഞ്ഞോട്ടെ. ഇപ്പൊ ഇത് കേൾക്കൂ ഞാനൊരു കേൾക്കൂ കാര്യം കേൾക്കൂ പറഞ്ഞോട്ടെ. കേൾക്കൂ കേൾക്കൂ ആ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് അവർ ആ ചെയ്യണവർ ചെയ്തോട്ടെ, ചെയ്യാത്തവർ ചെയ്തോട്ടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ അതെങ്ങനെയാ ഇവിടെ ശരിയാവുക? ശരിയാവും, തെറ്റിനെ തെറ്റ് എന്ന് തീർച്ചയായിട്ടും. പറഞ്ഞ് അതിനെ നമ്മൾ മാറ്റി ഒരു കാര്യം നിർത്തണ്ടേ? പറയട്ടെ. നിനക്ക് തെറ്റിനെ കുറച്ച് തെറ്റ് ബുദ്ധി എന്ന് ഉണ്ടെന്ന് പറഞ്ഞ് നിനക്ക് മാറ്റി ചിന്തിക്കാം. നിർത്തണ്ടേ? നിനക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് നിനക്ക് ചിന്തിക്കാം. അതന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. തെറ്റിനെ തെറ്റെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണ്ടേ? ഹെൽമെറ്റ് ധരിക്കാൻ പറഞ്ഞു. അത് ധരിക്കാത്തോലുണ്ട്, ധരിക്കുന്നോലുണ്ട്. അതിനൊന്നും മാറ്റാൻ പറ്റുവാ? മാറ്റാൻ പറ്റുമല്ലോ. അവരെ കൊണ്ട് എങ്ങനെ ഫൈൻ മാറ്റാൻ പറ്റുമോ? അടപ്പിച്ച് നമ്മൾ അടുത്ത തവണ അവരെ കൊണ്ട് ധരിപ്പിക്കും. അടുത്ത തവണ ഞാൻ ഹെൽമെറ്റ് ഇടാണ്ട് പോകും. എന്റെ അടുത്ത് കാശ് ഉണ്ടെങ്കിൽ. നിങ്ങളെ ലൈസൻസ് റദ്ദാക്കും. എന്റെ അടുത്ത് കാശ് ഉണ്ടെങ്കിൽ അടുത്ത ഹെൽമെറ്റിൽ നിങ്ങളെ ലൈസൻസ് ലൈസൻസ് റദ്ദാൻ റദ്ദാക്കും. നോക്കൂല. നിങ്ങൾക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ കഴിയില്ല. അത്ര തന്നെ. ഞാനിവിടെ നാട്ടിൽ വന്ന ടൈമിൽ 10 പ്രാവശ്യം ഹെൽമെറ്റ് ഇല്ലാണ്ട് പോയി. എന്റെ ലൈസൻസ് റദ്ദാക്കിയില്ലല്ലോ. അത് നിങ്ങളെ നമ്പർ ഞാൻ കൊടുത്തോളാം കേട്ടോ. നമ്പർ ഇപ്പൊ എന്റെ കൊടുത്തോളൂ. കയ്യിലുണ്ടല്ലോ. MVDക്ക് ഞാൻ കൊടുത്തോളാം. കൊടുത്തോളൂ. നിങ്ങളെ പോലുള്ള ആളുകളാണ് ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത്. ഈ നിയമത്തെ അവമതിക്കുന്ന, നിയമത്തെ ഇതേപോലെ തെറ്റായിട്ട് ഇതുപോലെ നിനക്ക് ഉപയോഗിച്ച് മരണത്തിൽ അതിനെ വിശ്വാസം ഉണ്ടോ? മരണത്തിൽ എന്തിനു വിശ്വസിക്കുന്നത്? എല്ലാവരും അല്ല, മരിക്കും. മരിക്കുവാള് എല്ലാവരും മരിക്കും. മരിക്കുവാ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് കേട്ടിട്ടില്ലേ? അതെങ്ങനെയാ മരിക്കുന്നേ? എങ്ങനെ മരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന്റെ പ്രവർത്തനം ഒരു ഘട്ടത്തിൽ നിൽക്കും. അപ്പൊ മരിക്കും. ഓക്കെ, അതെങ്ങനെ നിനക്ക് അറിവുണ്ടല്ലോ. ഞാൻ വെച്ചാൽ അതും മരിക്കൂല നീ പറഞ്ഞേ. അതിനോ അതൊക്കെ ഞാൻ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യം എനിക്കുള്ള. കാലങ്ങളോളം ജീവിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ ഇത് പറയൂ. അപ്പൊ നിങ്ങൾ ഈ നിയമത്തെയൊക്കെ ഇതേപോലെ തെറ്റിച്ച് ഇതേപോലെ കള്ളക്കടത്തൊക്കെ നടക്കുന്ന ആളുകളെ നിങ്ങളപ്പോ ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഓ ഭയങ്കരല്ലേ. നിങ്ങൾ കള്ളക്കടത്ത് നടത്താറുണ്ടോ? കള്ളക്കെടുത്താ? അതെന്റെ പേഴ്സണൽ കാര്യങ്ങളാ. ശരി. അപ്പൊ അത് നിങ്ങൾ നടത്താറുണ്ട്? അപ്പോ
നടത്താറുണ്ടോ നടത്താറില്ല ഞാൻ പറയേണ്ട ആവശ്യം നിന്നോട് പറയേണ്ട ആവശ്യം നീ ഒന്ന് പോലീസ് ഓഫീസറാ ഇപ്പൊ എന്നോട് ചോദിക്കുക നടത്താറുണ്ടോ, ഞാൻ നടത്താറില്ല എന്ന് പറയും. നിങ്ങൾക്ക് എന്താ അത് ഇല്ല എന്ന് പറയാൻ ഇത്ര നീ ബുദ്ധിമുട്ട്? പോലീസ് ഓഫീസർ എനിക്ക് അപ്പൊ താല്പര്യം നിങ്ങൾ അപ്പൊ അങ്ങനത്തെ കാര്യത്തിനെല്ലാം കള്ളക്കടത്ത് നടത്തുന്ന വിളിച്ചേ ഒരു ഞാൻ കോയം കൂടിയാണല്ലേ? വിളിച്ചെന്നറിയവാ ശരി, ഞാൻ നിങ്ങളുടെ നമ്പർ ഇപ്പൊ വിളിച്ചെന്നറിയവാ ഏതായാലും എന്റെ കയ്യിൽ ഞാൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ 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 കൈമാറിക്കോളാം. ഓക്കെ, ഞാൻ വിളിച്ചെന്നറിയവാ നിങ്ങളുടെ നമ്പർ ഏതായാലും എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ, ഞാൻ അല്ല ഞാൻ കൈമാറിക്കോളാം. ഓക്കെ, വിളിച്ചെന്നറിയവാ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ ഞാൻ ഏതായാലും വിളിച്ച കള്ളക്കടത്ത്, അതിനുള്ള ഉത്തരം നിങ്ങൾ എനിക്ക് കിട്ടിയില്ല കള്ളക്കടത്ത് നടത്താറുണ്ടോ ഇല്ലേന്ന് പറഞ്ഞോ. ഞാൻ വിളിച്ച എനിക്ക് ഉത്തരം കിട്ടിയില്ല നിങ്ങൾ ഈ കള്ളക്കടത്ത്, ഹവാല, ഈ സ്വർണ്ണക്കടത്ത്, ഈ പരിപാടി നിങ്ങൾ നടത്താറുണ്ടോ? എനിക്ക് താല്പര്യമില്ല അതില് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാറില്ല എനിക്ക് എന്നാണോ, ഇൻട്രസ്റ്റ് ഇല്ല ചെയ്യാറുണ്ടെന്നാണോ? അത് എനിക്ക് അതിന്റെ ആവശ്യമില്ല ചെയ്യാറുണ്ടെന്നാണോ ഇല്ലാന്നാണോ? എന്റെ സുഹൃത്തെ എനിക്ക് അതിന്റെ ആവശ്യമില്ല ആ പണം കൊണ്ടുള്ള ആവശ്യം ഇപ്പൊ എനിക്ക് വന്നിട്ടില്ല വന്നിട്ടില്ല. അപ്പൊ വന്നാൽ വന്നതെന്നറിയാം നമുക്ക് ചിന്തിക്കാം മുന്നോട്ട് വന്നാ ചെയ്യും, ആ വന്നാ ചെയ്യും, കള്ളക്കടത്ത് ചെയ്യും. കള്ളക്കടത്ത് ചെയ്യും ചിലപ്പം സ്ഥലം വെക്കും ചിലപ്പം വണ്ടി വെക്കും അതേപോലെയാണോ കള്ളക്കടത്ത്? ആ അതെല്ലാം ഒരു ബിസിനസ്സാ അത് ശരി. അപ്പൊ ആ കള്ളക്കടത്ത് ഒരു ബിസിനസ്സാണ് നിങ്ങൾക്ക്. ആ കള്ളക്കടത്ത് അപ്പൊ ഹറാമല്ലേ? ഹറാമാണ് ഞാൻ ഇസ്ലാമിൽ ഹറാമായിരിക്കൂ ഏ ഇസ്ലാമിൽ ഹറാമാണ് ഇസ്ലാമില് ഹറാമല്ല കള്ളക്കടത്ത്. ഹറാമാണ് ഇന്ത്യൻ നിയമത്തില് അത് ഹറാമാണ്. ആര് പറഞ്ഞു ഇന്ത്യ മാത്രം രാജ്യത്തുള്ളൂ ഇന്ത്യൻ നിയമങ്ങളുണ്ട് എല്ലാ നിയമത്തിൽ അത് ഹറാമാണ്, രാജ്യങ്ങളിലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു സെറ്റാണ് അത്. ഓക്കെ പക്ഷെ നല്ല കാര്യം ഇസ്ലാമിൽ അത് തെറ്റല്ല. ഇന്ത്യന്റെ ഭരണഘടന ഞാൻ അഭിസംബോധന ചെയ്യുന്നു ഉം? നല്ലൊരു കാര്യം എങ്ങനെ? ഇന്ത്യന്റെ ഭരണത്തിന് ഞാൻ നിങ്ങളെ നല്ല തുടക്കത്തിൽ ഇതല്ലല്ലോ പറഞ്ഞു, എന്താ പേടിച്ചു പോയോ കള്ളക്കടത്തിനെ എന്തിനാ കുറിച്ച് പറഞ്ഞപ്പോ? ആര് പേടിക്കുന്നത് നീ ഏ? ചിരിച്ചു കളയുന്നത് ചിരിച്ചിട്ട് ആളാ വെക്കുന്ന അതാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഞാൻ ഉരുളുന്നേ? ഞാൻ ഇപ്പൊ ഭരണഘടന എന്നൊക്കെ ചോദിച്ച എനിക്ക് പറയണ്ടല്ലോ. മറുപടി അന്ന് തരാൻ പറ്റിക്കില്ലല്ലോ നിങ്ങൾ എന്താ ചോദിച്ചത് ഇന്ന്? ഞാൻ ചോദിച്ചെന്ന് വെച്ചാല് ഞാൻ ആ ഒരു മുസ്ലിമാണ് ആ എനിക്ക് മുസ്ലിമിന്റെ എല്ലാ അറിവുകളും എനിക്കില്ല ആ എനിക്കുള്ള അറിവുകൾ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ആ ചില ടൈമിൽ എനിക്ക് പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ ഞാൻ പഠിക്കും ആ പക്ഷെ ഞാൻ നിന്നോട് ചോദിച്ചതെന്ന് വെച്ചാല് ആ നീ ഒരു വീഡിയോ മെൻഷൻ ചെയ്യുന്ന ടൈമില് ആ അതിന്റെ എല്ലാ പ്രൂഫോടെ നീ വീഡിയോ ചെയ്ത് നമ്മൾ കഴിഞ്ഞാല് പറഞ്ഞു നിന്റെ വീഡിയോ കഴിഞ്ഞില്ലേ? ആ അപ്രീഷിയേറ്റ് ചെയ്യുന്നേ പ്രൂഫ് അവിടെ ഇടുന്നുണ്ട് സുഹൃത്തെ, നിങ്ങൾ കാണാത്തതിന്റെ നീ കുഴപ്പമില്ല. എല്ലാ വീഡിയോയിലും ചെയ്യുന്നില്ല എല്ലാ സുഹൃത്തെ വീഡിയോയിലും ഇടാൻ എനിക്ക് സൗകര്യമില്ല, ഇടാൻ പറ്റുന്നിടത്ത് നമ്മൾ ഇടും. ഓ നിങ്ങൾ പോയി നല്ല കാര്യം കണ്ടുപിടി. ഓക്കെ, ഇപ്പൊ നിന്റെ 9:05 പേരൊന്ന് മാറ്റിക്കൂടെടാ പേരെന്തിനാ ഞാൻ മാറ്റണേ? അല്ല ആരിഫിന് തന്നെ മുസ്ലിം പേരല്ലേ നിനക്ക് മുസ്ലിം മുസ്ലിം പേരോ? അങ്ങനെ വിരോധിയല്ലേ മുസ്ലിം പേരെന്ന് പറഞ്ഞാൽ എന്ത് പേരാ? മുഹമ്മദ് നബി ഇസ്ലാമിലേക്ക് വന്നപ്പോ മുഹമ്മദ് നബിയുടെ പേര് മാറ്റിയോ? അല്ല ഞാൻ വിചാരിച്ചു അതും കൂടി ചിലപ്പോ അത് അങ്ങനെ മുഹമ്മദ് ആയിരിക്കും നബി അതുകൊണ്ട് ചോദിച്ചാ ഇസ്ലാമിലേക്ക് വന്നപ്പോ മുഹമ്മദ് നബിയുടെ പഴയ പേര് മാറ്റിയോ? ഹലോ മുഹമ്മദ് നബി പഴയ പേര് മാറ്റിയോന്ന്? ഇല്ല ഇല്ല. എന്താ മാറ്റാത്തെ? അത് മുഹമ്മദ് നബിന്റെ ക്വാളിറ്റി ക്വാളിറ്റി? എന്ത് ക്വാളിറ്റി? മുഹമ്മദ് നബിക്ക് ഒരുപാട് ക്വാളിറ്റി ആ ഉണ്ട് പഴയ ഗോത്ര മതം അതിന്റെ പേര് മുഹമ്മദ് കൊണ്ടു നടക്കല്ലേ ചെയ്തത്? ഓക്കെ മുഹമ്മദ്. അപ്പൊ എനിക്ക് അതേപോലെ കൊണ്ടു നടന്നൂടെ? എന്റെ ഓക്കെ പഴയ ഗോത്ര ഓക്കെ മതത്തിന്റെ നീ ആ പേര് പേരിനെ ഞാൻ വെച്ചോ കൊണ്ടുവരണം. എനിക്ക് പ്രശ്നമില്ല നീ ആ ആ പേരിനെ വെച്ചു ശരി. അത് അപ്പോ നിന്റെ ഇഷ്ടം അത് നിന്റെ പേഴ്സണാലിറ്റി കാര്യം തീരുമാനമായോ? നിന്റെ പേഴ്സണാലിറ്റി അത് അതെ, എന്റെ പേഴ്സണാലിറ്റിയാണ്. ആ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല ഇടപെടാൻ സമയമില്ല ശരി. അപ്പൊ ഉം ചെല്ല്, കള്ളക്കടത്തിന് സമയമായിട്ടുണ്ടാവും. ചെല്ല്. താങ്കള് നാട്ടിൽ അപ്പൊ വരുന്നുണ്ടോ അപ്പൊ കള്ളക്കടത്ത് കോയ, കണ്ണൂരിൽ വരുന്നുണ്ടോ ഞാനൊരു കള്ളക്കടത്ത് പ്രോഗ്രാം കോയ വെക്കാം കോളിംഗ്. താങ്കൾക്ക് ഓക്കെ, ശരി, ബൈ. ഹലോ എന്താണ്? താങ്കൾ കണ്ണൂരിൽ വരുന്നുണ്ടോ കണ്ണൂരിൽ എന്താ വരണോ? അല്ല ഒരു പ്രോഗ്രാം വെക്കാം എന്ത് പ്രോഗ്രാമാണ്? എന്തെങ്കിലും നിനക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ അത് ആ ഡയറക്റ്റ് ലൈവ് ചോദിക്കണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ വെക്കാറുണ്ട്. വരുന്നുണ്ട് കേട്ടോ, പരിപാടി വരുമ്പോ അനൗൺസ് ചെയ്യും, അപ്പൊ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ ഇൻവൈറ്റ് ചെയ്യണേ ശരി, ഇൻവൈറ്റ് ഞങ്ങൾ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യുന്നില്ല, അവിടെ അനൗൺസ് ചെയ്യും, അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ ഓക്കെ, ഈ നമ്പറിൽ നിങ്ങളെന്താ? വാട്സപ്പ് ഉണ്ടോ താങ്കളെ ഇത് തന്നെയാണല്ലോ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ തരാൻ പറ്റുമോ ഇല്ല ഇല്ല, ഇവിടെ എന്തെങ്കിലും ചോദിക്കാണ് ഇപ്പൊ ചോദിക്കാം. ടൈം ഉണ്ടാവില്ല ഇല്ല. ബിസി ആയിരിക്കും അല്ല താങ്കള് അതെ ഞാൻ ഒരുപാട് അതെ പ്രാവശ്യം തന്നെ ട്രൈ ചെയ്ത് അതെ, ഇപ്പൊ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ കിട്ടിയിട്ടില്ല വേഗം ചോദിച്ചോ. ഒക്കെ ചോദിച്ചെന്ന് വെച്ചാൽ നെക്സ്റ്റ് താങ്കൾ വീഡിയോ ചെയ്യുന്നത് താങ്കളെ പേഴ്സണാലിറ്റിയാണ് അതെ. അതാണ് താങ്കളെ ഞാൻ നിരോധിക്കുന്നു ഇതാക്കുന്നില്ല ആ പക്ഷെ താങ്കൾ ഇനി എന്തെങ്കിലും മെൻഷൻ ചെയ്യുന്ന ടൈമില് ആ അതും കൂടി പ്രൂഫോട് മെൻഷൻ എന്റെ പൊന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ സുഹൃത്തെ, താങ്കളെ പറഞ്ഞില്ലേ അതവിടെ അല്ല ചെയ്യുന്നുണ്ട്, ഈ നിങ്ങളത് ചെയ്യുന്നുണ്ട് പോയി നല്ല കാണ്. കാര്യം ഓക്കെ ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ശരി, ഇനി എന്താ പ്രശ്നം? അടുത്തത് പറയൂ. അല്ല പറഞ്ഞു തന്നെ ഈ പറഞ്ഞോണ്ടിരിക്കല്ലേ, ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയങ്ങളില്ലേ? വീഡിയോ ഒന്ന് പഠിക്കാരാ താങ്കൾ അറിവ് നമുക്ക് എവിടെ അതാ നിന്ന് നേടാം പറയുന്നത്, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പുസ്തകമില്ലേ, ഖുറാനില്ലേ? അറിവ് നമുക്ക് നിങ്ങളുടെ എവിടെ നിന്ന് കയ്യിൽ നേടാൻ ഖുറാനില്ലേ? അറിവ് നിങ്ങളുടെ കയ്യിൽ പറഞ്ഞു തരുന്ന ഖുറാനില്ലേ? ഇപ്പൊ അറിവ് 9:05 എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഖുറാൻ എടുക്കാം, 9 എടുക്കാം, 5 എടുക്കാം. ഇതിനെന്താ എത്ര വലിയ പാട്? ഞാൻ അവിടെ സ്ക്രീനിൽ തന്നെ കാണിക്കണം, നിങ്ങൾക്ക് എന്താ എത്ര അല്ല ബുദ്ധിമുട്ട്? അറിവ് പറഞ്ഞു തരുന്ന ആളെ അപ്പം ബഹുമാനിക്കണം അതെ, ആയിക്കോട്ടെ. പക്ഷെ നിങ്ങളിപ്പോ ആ അതല്ലല്ലോ അപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ നെക്സ്റ്റ് അറബി എനിക്കൊരു പറഞ്ഞു ആരിഫ് തരുന്ന എന്നെ ഭായിനോട് റിക്വസ്റ്റ് ചെയ്യൽ ഇല്ല എനിക്ക് ആരിഫ് ഭായിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് വെച്ചാല് ആ, നെക്സ്റ്റ് എന്തെങ്കിലും ഇടുന്ന സമയത്ത് ഉം. മെൻഷൻ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും മെൻഷൻ ഇത്തിരി ചെയ്യാറുണ്ട് സുഹൃത്തെ, ഇനിയും ചെയ്യാം. ഓക്കെ, ചെയ്യാറുണ്ട് താങ്കൾ ചെയ്യാറുണ്ട് പറഞ്ഞു ഓക്കെ ശരി, ഞാൻ സമ്മതിച്ചു. നിഷേധിക്കുന്നില്ല ശരി. ഇനി എന്താ ആ അടുത്തത്? എന്താണ് അടുത്ത സംശയം? എന്താ പറയും? അടുത്ത സംശയം ആ താങ്കൾ എത്ര വർഷം മുസ്ലിം ആയിട്ട് ജീവിച്ചു ഒരു 10-40 വർഷം. ഇപ്പോഴാണ് രൂപവത്ത് കിട്ടിയത്. അപ്പൊ താങ്കൾക്ക് എത്ര വയസ്സായി ഇപ്പൊ ഇപ്പൊ എത്ര ആയിട്ടുണ്ടാവും? 50 അതെ. ആ ആ ഓക്കെ ലൈഫെല്ലാം ഓക്കെ അല്ല എല്ലാം വളരെ എന്താണ്, റാഹത്താണ്.
ഓക്കെ. നിങ്ങളിങ്ങനെ റാഹത്താനെന്ന് പറയുന്ന കാരണം വെച്ചാൽ അത്രയും വിരോധമായ മതമല്ലേ? ഈ അറബി ഭാഷ എന്താ ഇസ്ലാമിന്റെ കുത്തകയാണോ? അല്ല, ഞാൻ വിചാരിച്ച അങ്ങനത്തെ ഉപയോഗിച്ചൂടാൻ, അതുകൊണ്ടാ ആണോ? ചോദിച്ചേ. അറബിയിൽ എഴുതിയ കാമസൂത്ര അപ്പൊ ഇസ്ലാമിന്റെ ആണോ? ആര് പറഞ്ഞു? ആണോ? ആര് പറഞ്ഞു? ആണോന്നാ ഞാൻ ചോദിക്കണേ. എനിക്കറിയില്ല. ഞാൻ അറിയില്ല. അപ്പൊ കൂടുതൽ ഈ അറബിയിൽ എന്ത് പറഞ്ഞാൽ അത് ഇസ്ലാമാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്തിനാ? അറബിയിൽ എന്ത് പറഞ്ഞാൽ അത് ഇസ്ലാമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തിനാ? ആര് പറഞ്ഞു? ഇപ്പൊ അതല്ല ചോദിച്ചത്. അല്ല, ഞാൻ വിചാരിച്ച റാഹത്താണെന്ന് അങ്ങനത്തെ പറഞ്ഞപ്പോ വേർഡൊന്നും താങ്കൾ ഉപയോഗിക്കൂലെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. അതെന്താ ഉപയോഗിച്ചാൽ എന്താണ്? ഉപയോഗിച്ച പ്രശ്നമില്ല, നല്ല കാര്യം. എല്ലാ ഓക്കെ. ഭാഷ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതാ. ശരി, ഇനി അടുത്ത സംശയം ചോദിക്കാം. സംശയങ്ങളൊന്നും ഇല്ല. കാരണം വെച്ചാൽ താങ്കൾ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് കിട്ടിയില്ല. അപ്പൊ ഇപ്പം വിളിച്ച ടൈമിൽ എടുത്തതിന് നന്ദി. താങ്ക് യു. ഓക്കെ. അപ്പൊ വേറെ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. കള്ളക്കടത്ത് ചെയ്യരുത്. കള്ളക്കടത്ത് താല്പര്യമില്ല ബോസ്. നിങ്ങൾ പറഞ്ഞത് താല്പര്യമില്ല, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ അത് ചെയ്യുമെന്നും അതൊരു ബിസിനസ് പോലെയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. വളരെ തെറ്റായ ആശയമാണ്. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അതൊരു നിങ്ങൾ കേൾക്കും, പറയുന്നത് കേൾക്ക്. അപ്പൊ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു തെറ്റായ സാധനമാണ് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നിടത്ത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ഓക്കെ, അപ്പൊ ശരി. പിന്നെ ഹലോ, കഴിഞ്ഞു. താങ്കളെ കോൾ ടൈം എത്ര മണി വരെയാ? ശരി, പിന്നെ ആക്കാം കേട്ടോ അതൊക്കെ. ഓക്കെ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitumu ya Rasulu Dingah. Ashhadu anna mitumu ya Rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La